प्यारे दोस्तों, सबको VR DG हिंदी क्लासेस की एक नई कक्षा में स्वागत है। दोस्तों, आप लोगों को कविता पसंद है ना? हाँ, सबको कविता पसंद है। आज हम नवीं कक्षा की पहली इकाई पढ़ेगा। पहली इकाई में हमको पढ़ने के लिए एक कविता रखी है। कविता का नाम है पुल बनी दी माँ। कवि का नाम नरेंद्र पुंडरिक। इस कविता में यानी कि पुल बनी दी माँ नामक कविता में समकालीन विषयों पर कवि ने वर्णन किया है। इस कविता में माँ को पुल के प्रतीक के रूप में चित्रण करके बूटों की त्रासदी पर चित्रण किया है। यह एक समकालीन विषय है। माँ बाप बूढ़े होने पर बच्चों को बहुत भार लग जाते हैं, इसलिए अपने माँ बाप को किसी वृद्ध सदन में भेज जाते हैं। ऐसी एक कविता है पुल बनी दी माँ। यह एक हृदय स्पर्शी कविता है। प्रस्तुत कविता में पढ़ेंगे। आप सब अपने पुस्तक में कविता देखकर समझना चाहिए। പ്രിയ കൂട്ടുകാരെ, ഏവർക്കും VR DG ഹിന്ദി ക്ലാസ്സസിലെ ഒരു പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് എല്ലാവർക്കും കവിത ഇഷ്ടമാണല്ലോ അല്ലേ? അതെ, എല്ലാവർക്കും കവിത ഇഷ്ടമാണ്. ശരി കൂട്ടുകാരെ, ഇന്ന് നമുക്ക് 9ാം ക്ലാസ്സിലെ 1ാമത്തെ യൂണിറ്റ്, അതിൽ പുൽ ബനി ദി മാ എന്ന കവിതാ ഭാഗം പഠിക്കാം. കവിയുടെ പേര് നരേന്ദ്ര പുണ്ടരിക്. ഇത് ഒരു സമകാലീന വിഷയവുമായി ബന്ധപ്പെട്ട ഒരു കവിതയാണ്. വൃദ്ധജനങ്ങളുടെ ദുഃഖങ്ങൾ ഇല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങൾ അതിനെ ബന്ധപ്പെടുത്തിയാണ് കവി ഈ കവിതയിൽ വർണ്ണിക്കുന്നത്. ഇത് ഒരു പ്രതീകാത്മക കവിതയാണ്. ഈ കവിതയിൽ കവി അമ്മയെ ഒരു പാലമായിട്ട് പ്രതിനിധീകരിക്കുന്നു. അത് ഈ ചെറിയ പാലം നമ്മൾ കുട്ടികളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ്. അതായത് വൃദ്ധജനങ്ങൾ അവർ മക്കളെ പഠിപ്പിച്ച് വലിയ ആൾക്കാരാക്കുന്നു. അവസാനം ആ മക്കൾ തന്നെ മാതാപിതാക്കളെ വൃദ്ധസദനങ്ങളിൽ അയക്കുന്നു. ഇതുപോലെ അനേകം മക്കൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അപ്പോൾ ഇവിടെ അമ്മ ഒരു പാലത്തിൻ്റെ പ്രതീകമാണ്. അമ്മയാകുന്ന ഈ പാലം മക്കളെ തമ്മിൽ യോജിപ്പിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഇന്ന് पुल बनी दी माँ एന്ന കവിത പഠിക്കാം. अच्छा दोस्तों, सब अपने पुस्तक खोलिएगा. पुस्तक में कविता पुल बनी दी माँ लीजिएगा और मैं कविता पढ़ेंगे. आप ध्यान से देखिए और अर्थ समझिए. ശരി കൂട്ടുകാരെ, നമുക്ക് കവിത പഠിക്കാം. എല്ലാവരും നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പുൽ ബനി ദി മാ എന്ന കവിത എടുക്കുക. ഞാനത് വായിക്കാം. നിങ്ങൾ ശ്രദ്ധിച്ച് അത് മനസ്സിലാക്കുക. അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് തുടങ്ങാം. പുൽ ബനി ദി മാ. പുൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, ചെറിയ പാലം, അതിനെയാണ് പുൽ എന്ന് പറയുന്നത്. പുൽ ബനി ദി മാ, അമ്മ ഒരു ചെറു പാലമായി.
നരേന്ദ്ര പുണ്ടരിക്, കവിയുടെ പേര് നരേന്ദ്ര പുണ്ടരിക്. നരേന്ദ്ര പുണ്ടരിക് എക് സമകാലീൻ കവി ഹെ. സമകാലീൻ കവി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ കാലത്ത് ജീവിച്ചിരിക്കുന്ന, അതായത് നമ്മളിപ്പോൾ ഏത് കാലത്താണോ ജീവിച്ചിരിക്കുന്നത് അതിനെയാണ് സമകാലീൻ എന്ന് പറയുന്നത്. മോഡേൺ, പ്രസന്റ്, ഇപ്പോൾ ഉള്ള കാര്യം. നോക്കാം കവിത. ഹം ഭായിയോം കെ ബീച്ച് പുൽ ബനി ദി മാ. ഹം ഭായിയോം കെ ബീച്ച് പുൽ ബനി ദി മാ. जिसमें आए दिन दौड़ती रहती दी बेधड़क बिना किसी हरी लाल बत्ती के. हम भाइयों के बीच पुल बनी दी माँ, जिसके आए दिन दौड़ती रहती दी बेधड़क बिना किसी हरी लाल बत्ती के हम लोगों की ചുക്ക് ചുക്ക് ചക്ക് ചക്ക്. അത്രയും ഭാഗം നമുക്ക് നോക്കാം. ഹം ഭായിയോം കെ ബീച്ച്, നമ്മൾ സഹോദരങ്ങൾ, ഭായി സഹോദരങ്ങൾ, കെ ബീച്ച് ഇടയിൽ, പുൽ ബനീദി മാ, അപ്പോൾ നമ്മൾ സഹോദരങ്ങളുടെ ഇടയിൽ ഒരു ചെറു പാലമാണ് അമ്മ. അല്ലെങ്കിൽ സഹോദരങ്ങളുടെ ഇടയിൽ അമ്മ ഒരു ചെറിയ പാലമായി മാറി. ജിസ്മയും ആയേ ദിൻ ദൗഡത്തി രഹത്തി ദി ബേത്തഡക്. അമ്മ നമ്മളെ നോക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ നമ്മളെ പരിപാലിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി നിരന്തരം ഓടി നടന്നു, ഒരു വിശ്രമവും കൂടാതെ. ബിനാ കിസി ഹരി ലാൽ ബത്തി കെ ഹം ലോഗോം കി ചുക് ചുക് ചക് ചക്. ബിനാ കിസി ഒരു മടിയും കൂടാതെ, ബിനാ കിസി ഹരി ലാൽ ബത്തി കെ ഹം ലോഗോം കി, അതായത് നമ്മുടെ ആവശ്യങ്ങൾ നടത്തുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ നമ്മളെ പരിപാലിക്കുന്നതിന് വേണ്ടി ഒരു മടിയും കൂടാതെ അമ്മ ഓടി നടന്നു, ഓരോ കാര്യങ്ങളും ചെയ്തു നമ്മളെ വലുതാക്കി. ബിനാ കിസി ഹരി ലാൽ, ഹരി പച്ച, ലാൽ ചുവപ്പ്, ബത്തി മെഴുകുതിരി, അതായത് മെഴുകുതിരി പോലെ അമ്മ എന്ത് ചെയ്തു? നമുക്ക് വേണ്ടി ഉരുകി തീർന്നു. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഹം ലോഗോം കി ചുക്ക് ചുക്ക് ചക്ക് ചക്ക്. അമ്മയ്ക്ക് ഒരേ ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ. അതെന്താണ്? നമ്മുടെ ആഗ്രഹങ്ങൾ സബലീകരിക്കുക, അല്ലെങ്കിൽ നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് കൊണ്ടെത്തിക്കുക എന്നതാണ് അമ്മയുടെ ഏകമാത്ര ലക്ഷ്യം. അതിനുവേണ്ടി അമ്മ പരിശ്രമിച്ചു. അപ്പോൾ നമ്മൾ സഹോദരങ്ങളുടെ ഇടയിൽ അമ്മ ഒരു പാലമായി മാറി. ഒന്നും കൂടെ നോക്കാം. ഹം ഭായിയോം കെ ബീച്ച് പുൽ ബനി ദി മാ. ഹം ഭായിയോം കെ ബീച്ച് മാ ഏക് പുൽ ബനി ദി. അപ്പോൾ നമ്മൾ സഹോദരങ്ങളുടെ ഇടയിൽ അമ്മ ഒരു പാലമായി മാറി. ജിസ്മേം ആയേ ദിൻ ദൗഡത്തി രഹത്തി ദി ബേധടക്. മാ हम लोगों को पालने के लिए दौड़ते बेधड़क अपना काम करती रही. बिना किसी हरी लाल बत्ती के हम लोगों की चुक चुक चक चक. हमारी हर चाहतों को प्राप्त करने के लिए या मिलाने के लिए माँ दिन बा दिन हम भाइयों के हर चाहतों को मिलाने के लिए या पूर्ति करने के लिए माँ दिन बा दिन अपना काम करती रही. അമ്മ നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിക്കുന്നതിന് വേണ്ടി ദിവസവും അമ്മയുടെ കടമ ചെയ്തുകൊണ്ടേയിരുന്നു. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഒന്നുകൂടി നോക്കാം. ഹം ഭായിയോം കെ ബീച്ച് പുൽ ബനി ദി മാ. നമ്മൾ സഹോദരങ്ങളുടെ ഇടയിൽ അമ്മ ഒരു പാലമായി. ജിസ്മയും ആയേ ദിൻ ദൗഡത്തി രഹത്തി ദി ബേതടക്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ അമ്മ ആകുന്ന ഈ പാലത്തിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ഒരു വിശ്രമവും കൂടാതെ. ബേധടക്
അല്ലെങ്കിൽ അമ്മ എന്ത് ചെയ്തു? നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കുന്നതിന് വേണ്ടി ഈ പാലമാകുന്ന അമ്മ ദിവസവും എന്തു ചെയ്തു? നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കുന്നതിന് വേണ്ടി പരിശ്രമിച്ചു. അമ്മയ്ക്ക് ഏകമാത്ര ലക്ഷ്യം ഇതായിരുന്നു, നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കുക, അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നത്. ബിനാ കിസി ഹരി ലാൽ ബത്തി കെ ഹം ലോഗോം കി ജുക്ക് ജുക്ക് ജഗ് ജഗ്. അമ്മ ഒരു മെഴുകുതിരി പോലെ, ഇല്ലെങ്കിൽ ആ മെഴുകുതിരി ഉരുകിക്കൊണ്ടിരിക്കുകയാണ്. അത് ആർക്ക് വേണ്ടിയാണ് ഉരുകുന്നത്? മക്കളായ നമുക്ക് വേണ്ടി, സഹോദരങ്ങളായ നമുക്ക് വേണ്ടി. അടുത്ത വരിയിലോട്ട് നോക്കാം. പിതാ കെ ബാദ് ഹം ഭായിയോം കെ ബീച്ച് പുൽ ബനി മാ. പിതാ കെ ബാദ്, പിതാ കെ ബാദ് അച്ഛന് ശേഷം, അതായത് അച്ഛൻ്റെ മരണശേഷം. ഹം ഭായിയോം കെ ബീച്ച് നമ്മൾ സഹോദരങ്ങളുടെ ഇടയിൽ. പുൽ ബനി മാ, അമ്മ അച്ഛൻ്റെ മരണശേഷം അമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നമുക്ക് ഏകമാത്ര സഹാര ഹൈ, इसलिए पिता के मृत्यु के बाद माँ ने अपनी पढ़ाई के लिए या अपने पालन पोषण करने के लिए हमको पालन पोषण करने के लिए मेहनत करती रही. पुल बनी माँ अचानक नहीं टूटी. അച്ചാനക് നഹിം ടൂട്ടി, അച്ചാനക് പ്രതീക്ഷിക്കാതെ, നഹിം ടൂട്ടി, നഹിം ടൂട്ടി പൊട്ടിപ്പോയില്ല. ഈ പാലം നമ്മൾ പ്രതീക്ഷിക്കാതെ പൊട്ടിപ്പോകുന്ന ഒരു പാലമല്ല, അപ്രത്യക്ഷമായി അല്ലെങ്കിൽ പ്രതീക്ഷിക്കാതെ വിചാരിക്കാതെ പൊട്ടിപ്പോകുന്ന ഒരു പാലമായിരുന്നില്ല നമ്മുടെ അമ്മ. അചാനക് നഹിം ടൂട്ടി, പ്രതീക്ഷിക്കാതെ അത് പൊട്ടിപ്പോയില്ല. ധീരെ ധീരെ ടൂട്ട്ത്തി രഹി, ധീരെ ധീരെ പതിയെ പതിയെ, പതിയെ പതിയെ ടൂട്ട്ത്തി രഹി, പതിയെ പതിയെ ടൂട്ട്ത്തി രഹി, പതുക്കെ പതുക്കെ അത് പൊട്ടിക്കൊണ്ടിരുന്നു. എന്നാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? അമ്മ പതുക്കെ പതുക്കെ വയസ്സായിക്കൊണ്ടിരുന്നു. എന്നും അമ്മയ്ക്ക് ഒരേ അവസ്ഥയല്ലല്ലോ, നമുക്കും അതുപോലെയാണല്ലോ. ഇന്ന് അമ്മ വാർദ്ധക്യത്തിലെത്തിയെങ്കിൽ നാളെ നമ്മളും അതേ അവസ്ഥയിലെത്തും എന്നാണ് മനസ്സിലാക്കാനുള്ളത്. ധീരെ ധീരെ ടൂട്ട്ത്തി രഹി. അപ്പം അമ്മയാകുന്ന ആ പാലം പതിയെ പതിയെ പൊട്ടിക്കൊണ്ടിരുന്നു, അതായത് വയസ്സായിക്കൊണ്ടിരുന്നു, ആരും അറിയാതെ. ഹം ദേഖ്തേ രഹേ, നമ്മൾ എന്ത് ചെയ്തു? ആ അവസ്ഥ, അമ്മയുടെ ആ അവസ്ഥകൾ നോക്കിക്കൊണ്ടിരുന്നു. ഓർ മാൻതേ രഹേ കി ബൂട്ടാ രഹി ഹേ മാ. പിന്നെ നമുക്ക് മനസ്സിലായി അമ്മ വയസ്സായി കൊണ്ടിരിക്കുകയാണെന്ന്. ഒന്നും കൂടെ നോക്കാം നമുക്ക്. പിതാ കെ ബാദ് ഹം ഭായിയോം കെ ബീച്ച് പുൽ ബനി മാ. പിതാ കെ ബാദ് അച്ഛന് ശേഷം, പിതാ കി മൃത്യു കെ ബാദ് ഹമാരെ ബീച്ച് മാ ഏക് പുൽ ബനി ദി. അചാനക് നഹിം ടൂട്ട്ത്തി. ഏ പുൽ അചാനക് നഹിം ടൂട്ട്ത്തി. അപ്പോൾ അച്ഛൻ്റെ മരണശേഷം അമ്മയാകുന്ന പാലം നമുക്ക് വേണ്ടി ജീവിച്ചു. അത് ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കാതെ പൊട്ടിപ്പോകുന്ന ഒരു പാലമായിരുന്നില്ല. ധീരെ ധീരെ ടൂട്ട്ത്തി രഹി, ലേക്കിൻ വ പുൽ ധീരെ ധീരെ ടൂട്ട്ത്തി രഹി. അമ്മയാകുന്ന ആ പാലം പതിയെ പതിയെ വയസ്സായിക്കൊണ്ടിരുന്നു. ഹം ദേഖ്തേ രഹേ, നമ്മളത് നോക്കിക്കൊണ്ടിരുന്നു. നമ്മൾ രണ്ട് സഹോദരങ്ങളും അത് നോക്കിക്കൊണ്ടിരുന്നു. ഓർ മാൻതേ രഹേ കി ബൂട്ടാ രഹി ഹേ മാ. നമുക്ക് മനസ്സിലായി അമ്മ വയസ്സായെന്ന്. അടുത്ത വരികൾ നോക്കൂ. മാ കെ ബാർ ബാർ കഹനെ കോ ഹം മാൻ കർ ചൽത്തെ രഹേ. മാ കെ ബാർ ബാർ കഹനെ കോ ഹം മാൻ കർ ചൽത്തെ രഹേ. അമ്മ പറയുന്നതനുസരിച്ച് നമ്മൾ ഓരോ കാര്യങ്ങളും, മാ കെ ബാർ ബാർ കഹനെ കോ, അമ്മ വീണ്ടും വീണ്ടും പറയുന്നത്, ബാർ 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 വീണ്ടും വീണ്ടും, കഹനെ കോ ഹം മാൻകർ നമ്മൾ അത് മനസ്സിലാക്കി, മാൻകർ ചൽത്തേ രഹേ മുന്നോട്ട് നടന്നുകൊണ്ടേയിരുന്നു, അല്ലെങ്കിൽ മുന്നോട്ട് നമ്മുടെ ജീവിതം വെക്കൊണ്ടേയിരുന്നു. उसके बूटे होने की आदत और अपनी हर आवाज़ में धीरे धीरे टूटती रही माँ.
ഉസ്കെ ബൂട്ടെ ഹോനേക്ക് അമ്മ വയസ്സാകുന്നതിൻ്റെ ചില ലക്ഷണങ്ങൾ നമ്മൾ കണ്ടു തുടങ്ങി. ഉസ്കെ ബൂട്ടെ ഹോനേക്ക് ആദത്ത് ശീലം, അതായത് നമ്മൾ എന്നും യുവാക്കളായിരിക്കില്ല, നമ്മൾ എന്നും ആരോഗ്യമുള്ളവരായിരിക്കില്ല, നമ്മളും വയസ്സായിക്കൊണ്ടിരിക്കുക. അതേപോലെ അമ്മയും വയസ്സായിക്കൊണ്ടിരുന്നു. ഉസ്കെ ബൂട്ടെ ഹോനേക്ക് ആദത്ത് ശീലം ഓർ അപ്നി ഹർ ആവാസുമേം. അപ്പോൾ വയസ്സാകുന്നതിന് അനുസരിച്ച് നമ്മുടെ ശരീരത്തിലും നമ്മുടെ സൗണ്ടിലും ഒക്കെ മാറ്റം ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അപ്നി ഹർ ആവാസുമേം ധീരെ ധീരെ ടൂട്ട്ത്തി രഹി മാ, ധീരെ ധീരെ മാ ടൂട്ട്ത്തി രഹി. അങ്ങനെ ശരീരമായിരുന്നാലും ശരീരം ക്ഷീണിച്ചു തുടങ്ങിയ അമ്മയുടെ ശബ്ദത്തിൽ, ഒച്ചയിൽ മാറ്റമുണ്ടായി തുടങ്ങി. അങ്ങനെ അമ്മ പതിയെ പതിയെ പൊട്ടിത്തുടങ്ങി, അമ്മയാകുന്ന ആ പാലം. ഒന്നുകൂടെ നോക്കാം. മാക്കെ ബാർ ബാർ കഹിനെ കോ ഹം മാൻ കർ ചൽത്തേ രഹേ. അമ്മ പറയുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ അമ്മ പറഞ്ഞു തരുന്ന ഓരോ കാര്യങ്ങളും മനസ്സിലാക്കി നമ്മൾ നമ്മുടെ ജീവിത വണ്ടി മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടേയിരുന്നു. उसके बूटे होने की आदत और अपनी हर आवाज़ में धीरे धीरे टूटती रही माँ. പിന്നെ എന്ത് സംഭവിച്ചു? ഉസ്കെ ബൂട്ടെ ഹോനേക്ക് ആദത്ത്, അമ്മയുടെ ആ വയസ്സാകുന്ന അല്ലെങ്കിൽ പ്രായം കൂടിക്കൂടി വരുന്ന ആ ശീലം ഓരോ ദിവസം കഴിയുന്തോറും അമ്മ വയസ്സായിക്കൊണ്ടിരുന്നു. അപ്പിനി ഹർ ആവാസുമേ, അമ്മയുടെ എല്ലാ ആവാസ് ഒച്ച, സൗണ്ട്, ധീരെ ധീരെ ടൂട്ട്ത്തി രഹി മാ, പതിയെ പതിയെ അമ്മ പൊട്ടിത്തുടങ്ങി. അപ്പോൾ അത് മനസ്സിലായി കാണുമല്ലോ അല്ലേ? അടുത്ത വരിയിലോട്ട് പോവാം. ഹാത്തോം ഹാത്ത് രഹിത്തി മാ ഏക് ദിൻ ഹമാരെ കന്തോമേം ആഗയി. ഹാത്തോം ഹാത്ത്, നമുക്ക് കൂട്ടുകാരെ പോലെ ആയിരുന്നു, ഇല്ലെങ്കിൽ ഒരു കൂട്ടുകാരിയെ പോലെ ആയിരുന്നു അമ്മ. അമ്മയുടെ കൈയും പിടിച്ച് നമ്മൾ നടന്നതാണ്. എന്നാൽ എന്ത് സംഭവിച്ചു എന്ന് നോക്കൂ. ഹാത്തോം ഹാത്ത് രഹിത്തി മാ, നമ്മുടെ കൈകളിൽ, അമ്മയുടെ കൈയും പിടിച്ച് അല്ലെങ്കിൽ കൈകളിൽ, രഹിത്തി മാ ഏക് ദിൻ ഹമാരെ കന്തോമേമാകയി, ഒരു ദിവസം, ഏക് ദിൻ ഹമാരെ കന്തോമേമ, ഹമാരെ കന്തോം എന്ന് തോള്, മുതുക്, തോൾ. ഏക് ദിൻ ഹമാരെ കന്തോമേമാകയി, ഒരു ദിവസം നമ്മുടെ തോളിലായ അമ്മ. അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മുടെ തോളിലായി എന്ന് പറഞ്ഞാൽ എന്താണ്? അമ്മ വാർദ്ധക്യ അവസ്ഥയിലായി. അപ്പോൾ അമ്മയ്ക്ക് ആരോഗ്യമില്ല. അപ്പോൾ നമ്മൾ രണ്ട് സഹോദരങ്ങളുടെയും തോളിലായി അമ്മ. ഒന്ന് ചിന്തിച്ച് നോക്കുക, അമ്മ എത്ര കഷ്ടപ്പെട്ടാണ് നമ്മളെ വളർത്തിയത് അല്ലേ? അവസാനം അമ്മ നമ്മുടെ തോളിലായി എന്ന് ആ മക്കൾ ചിന്തിക്കുന്നു. हाथों हाथ रहती माँ एक दिन हमारे कंधों में आ गई, धीरे धीरे महसूस करने लगे हम अपने वृक्षभ कंधों में माँ का भारी होना. एक दिन हमारे कंधों में, ഒരു ദിവസം നമ്മുടെ മുതുകിൽ, एक दिन हमारे कंधों में आ गई. അപ്പോൾ ഒരു ദിവസം അമ്മ എന്ത് ചെയ്തു? നമ്മുടെ മുതുകിൽ വന്നു, നമ്മുടെ തോളിൽ, നമ്മുടെ ഭാരമായി മാറി എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അമ്മ നമ്മുടെ ഭാരമായി മാറി. ധീരെ ധീരെ മെഹസൂസ് കർണേ ലഗേ, ധീരെ ധീരെ പതിയെ പതിയെ, മെഹസൂസ് അനുഭവിക്കുക, മെഹസൂസ് കർണേ ലഗേ ഹം അപ്നെ വൃക്ഷഭ് ഖന്തോ മേ മാ കാ ഭാരി ഹോന. അപ്പോൾ ഒരു ദിവസം നമുക്ക് മനസ്സിലായി, നമ്മുടെ തോളിൽ അമ്മ ഒരു ഭാരമായി മാറി. ഇതുവരെ നമ്മളെ വളർത്തിയ അമ്മ നമുക്കൊരു ഭാരമായി മാറി. ഒന്നും കൂടി നോക്കിക്കോളൂ ആ വരികൾ. ധീരെ ധീരെ മെഹസൂസ് കർണേ ലഗേ, പതിയെ പതിയെ മനസ്സിലായി തുടങ്ങി. ഹം അപ്പനെ വൃക്ഷ കന്തോമേയും മാക്ക ഭാരി ഹോന. അപ്പോൾ നമ്മുടെ ആ മുതുകിൽ, നമ്മുടെ തോളിൽ അമ്മ ഒരു ഭാരമായി മാറി എന്ന് നമ്മൾ അനുഭവിച്ചു തുടങ്ങി. देखिए दोस्तों, अपने बच्चों के लिए माँ अपने हर कुछ समर्पण किया, लेकिन अंत में बच्चों को माँ एक भार बन गया है अल्ले. അമ്മയുടെ തുടക്കം മുതൽ, മക്കളുടെ തുടക്കം മുതൽ, മക്കൾ ജനിച്ച അപ്പോൾ മുതൽ അമ്മ
മക്കൾക്ക് വേണ്ടി എല്ലാം സമർപ്പിച്ചു. എന്നാൽ അവസാനം ഈ മക്കൾക്ക് അമ്മ ഒരു ഭാരമായി മാറിയിരിക്കുന്നു. അടുത്ത വരിയിൽ നോക്കാം. जब तक जीवित रही माँ हम बदलते रहे अपने कंधे. ജബ് തക്ക് ജീവിത രഹി മാ, ഏതുവരെയാണോ അമ്മ ജീവിക്കുന്നത്, ജബ് തക്ക് ഏതുവരെ, ജീവിത രഹി മാ ജീവിച്ചിരിക്കും അമ്മ, ഹം ബദൽത്തെ രഹെ, ബദൽത്തെ രഹെ മാറിക്കൊണ്ടിരിക്കണം, ബദൽത്തെ രഹെ മാറ്റിക്കൊണ്ടിരിക്കണം. ഒരു തോള് കഴിക്കുമ്പോൾ അപ്പുറത്തെ തോളിൽ, ബദൽത്തെ രഹെ അപ്പനെ കന്തേ. അപ്പോൾ നമ്മുടെ തോളുകൾ മാറിക്കൊണ്ടിരിക്കും. ഇപ്പം കുറച്ച് ദിവസം ഇളയ സഹോദരൻ നോക്കുകയാണെങ്കിൽ അടുത്ത് കുറച്ച് ദിവസം മൂത്ത സഹോദരൻ നോക്കണം. അങ്ങനെ മാറി മാറി നമ്മൾ അമ്മയെ പരിപാലിക്കണം, അമ്മയ്ക്ക് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. ഇപ്പം അമ്മയ്ക്ക് ആരോഗ്യമില്ല, അപ്പോൾ ഈ അമ്മ നമുക്ക് ഒരു ഭാരമായി മാറിയിരിക്കുന്നു. അതാണ് പറയുന്നത്. മാ ആഖിർ മാ ഹി തോ ഹേ ബാർ ബാർ ഹമേം കന്തേം ബദൽത്തെ ദേഖ്. മാ ആഖിർ മാ ഹി തോ ഹേ, അമ്മ എന്നും അമ്മയാണ്. മനസ്സിലാക്കണം. മാ ആഖിർ മാ ഹി തോ ഹേ, അമ്മ അമ്മ തന്നെയാണ്. എങ്ങനെയായിരുന്നാലും, വയസ്സായിരുന്നാലും ചെറുപ്പമായിരുന്നാലും അമ്മ അമ്മ തന്നെയാണ്. അപ്പോൾ അമ്മ വയസ്സായപ്പോൾ മക്കൾക്ക് ഭാരമായിരിക്കുന്നു. ബാർ ബാർ ഹമേം കന്തേം ബദൽത്തെ ദേക്ക്. അപ്പോൾ മാറി മാറി നമ്മൾ തോളിൽ ചുമക്കുന്നത്, അമ്മയാകുന്ന ആ ഭാരത്തെ മാറി മാറി മക്കളുടെ തോളിൽ അല്ലെങ്കിൽ നമ്മുടെ തോളിൽ ചുമക്കുന്നത് കണ്ട്, ബദൽത്തെ ദേക്ക് ഹമാരെ കന്തോം സെ ഉദർ ഗയി മാ, ഹമാരെ കന്തോം സെ നമ്മുടെ തോളിൽ നിന്നും, ഹമാരെ കന്തോം സെ ഉദർ ഗയി, ഉദർന ഇറങ്ങുക, ഉദർ ഗയി മാ. ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? അവസാനം ഭാരമായി തോന്നിയപ്പോൾ ഈ മക്കൾ എന്ത് ചെയ്തു? അമ്മയെ ഏതോ വൃദ്ധസദനത്തിൽ അയച്ചു. और माँ के कंधों से उधरते ही उधर गए हमारे कंधे. അങ്ങനെ അമ്മയാകുന്ന ആ ഭാരം നമ്മുടെ തോളിൽ നിന്ന് ഇറങ്ങിപ്പോയി. और माँ के कंधों से, माँ के कंधों से അമ്മയുടെ തോളിൽ നിന്ന്. ഒരിക്കൽ അമ്മ നമുക്ക് വേണ്ടി നമ്മളെ തോളിലിരുത്തി അല്ലെങ്കിൽ നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും അമ്മ ചെയ്തു തന്നു ആരോഗ്യമുള്ള സമയത്ത്. ഇപ്പോൾ അമ്മയ്ക്ക് ആരോഗ്യമില്ല, വാർദ്ധക്യമായിരിക്കുന്നു. ഇപ്പോൾ അമ്മയ്ക്ക് നമ്മളെ സഹായിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ എന്ത് ചെയ്തു? കന്തോം സേ ഉദർത്തെ ഹി ഉദർ ഗയേ ഹമാരെ കന്തേ. അവസാനം അമ്മയാകുന്ന ആ ഭാരം നമ്മുടെ തോളിൽ നിന്ന് ഇറങ്ങിപ്പോയിരിക്കുന്നു. യഹ് ഏക് ഹൃദയസ്പർശി കവിത ഹെ. ഇതൊരു ഹൃദയത്തെ സ്പർശിക്കുന്ന ഒരു കവിതയാണ്. जब माँ जवानी दी तब हमारे लिए हर कुछ दा. അമ്മ യുവാവായിരുന്നപ്പോൾ, അതായത് ആരോഗ്യമുണ്ടായിരുന്നപ്പോൾ നമുക്ക് എല്ലാമായിരുന്നു അമ്മ. ലേക്കിൻ ബൂട്ടി ഹോത്തി തോ ഹമാരാ ഭാർ ബൻ ഗയാ ഹെ മാ. വയസ്സായപ്പോൾ അമ്മ നമ്മുടെ ഭാരമായി. ഇസ്ലിയെ ഹം മാ കോ വൃദ്ധസദനമേയും ഭേജ. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു? അമ്മയെ ഒരു വൃദ്ധസദനത്തിലോട്ട് മാറ്റി. അപ്പോൾ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് ഈ കവിത മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇത് ഒരു വളരെ നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സമകാലീന വിഷയമാണ്. നമ്മൾ നമ്മുടെ മാതാപിതാക്കളെ നമ്മുടെ അവസാനം വരെ സംരക്ഷിക്കേണ്ടതാണ്. അവരെ വൃദ്ധസദനത്തിൽ അയക്കേണ്ടത് കാര്യമില്ല. നമ്മളുണ്ടല്ലോ അമ്മയ്ക്കും. എങ്ങനെയാണോ അമ്മയും അച്ഛനും നമ്മളെ നോക്കിയത്, അതേപോലെ തിരിച്ച് നമ്മൾ അവരെ നോക്കണം. ഇന്ന് ആ ചിന്താഗതി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ അച്ഛനെയും അമ്മയെയും നല്ലതുപോലെ സംരക്ഷിക്കണം. അവരെ വൃദ്ധസദനത്തിൽ അയക്കാനുള്ള വസ്തുക്കളല്ല. നമ്മൾ പഴയ വസ്തുക്കളെയൊക്കെ ആക്രിക്ക് കൊടുക്കുമല്ലോ, അതേപോലെയാണ് ഇന്നത്തെ തലമുറയിലുള്ള ചില സന്താനങ്ങൾ. അമ്മയും അച്ഛനും ഉപയോഗശൂന്യമാകുമ്പോൾ അവരെ വൃദ്ധസദനങ്ങളിൽ അയക്കുന്നു. ऐसा नहीं करना चाहिए. माँ बाप हमारे लिए ईश्वर के समान है. അമ്മയും അച്ഛനും നമുക്ക് ഈശ്വര തുല്യരാണ്. इसलिए हम माँ बाप को संरक्षण करना है, उसे वृद्ध सदन में नहीं भेजना चाहिए. അമ്മയും അച്ഛനെയും വൃദ്ധസദനത്തിൽ അയക്കരുത്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ കവിത
പ്രയോജനകരമായെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ കണ്ടുമുട്ടാം. ഏവർക്കും നമസ്കാരം.